ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. നമ്മൾ സാധാരണയായിട്ട് ചെടിച്ചട്ടികളൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് നമ്മൾ ചെടികളൊക്കെ നടാറുള്ളത്. അത് മാത്രമല്ല, നമ്മൾ വാങ്ങാൻ പോകുന്ന ഓരോ പോട്ട്സിനും ഭയങ്കര വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊന്നും വേണ്ടാതെ തന്നെ നമുക്ക് റീയൂസബിൾ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന PVC പൈപ്പ് അല്ലെങ്കിൽ ടിന്ന്, ഇതിലൊക്കെ നമുക്ക് ചെടികൾ നട്ടുവെക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന ചെടി, അതായത് ഇതൊരു ക്രോട്ടനാണ്, ഞാൻ വാങ്ങിയ ക്രോട്ടനാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വേര് താഴേക്ക് ഇറങ്ങി ഫുൾ നല്ല ഡെവലപ്പായ ഒരു ചെടിയാണിത്. ഇത് ഞാൻ നടാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഒരു പഴയ ഒരു നിങ്ങൾക്ക് എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടി കാണത്തില്ല. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഈ ഒരു പോട്ടാക്കി മാറ്റിയതെന്നും എങ്ങനെയാണ് ചെടി നടുന്നതെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാശൊന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ചെടികൾ നട്ടു വളർത്താൻ വേണ്ടിയിട്ട്. ഇതൊരു സീറോ കോസ്റ്റ് ഗാർഡൻ ഐഡിയ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന കുറച്ച് നമ്മൾ ഉപയോഗിച്ചിട്ട് കളഞ്ഞ കുറച്ച് കമ്പി, അതായത് നൂൽക്കമ്പി എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വളം കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മണൽ, ഈ 3 കാര്യങ്ങൾ മാത്രമാണ് പോട്ടിംഗ് മിക്സായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മണ്ണും മണലും അതുപോലെ കുറച്ച് വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടുന്ന മിക്സ്ഡ് ആയിട്ടുള്ള വളങ്ങൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടേ, ഇതൊരു നമ്മുടെ പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടപ്പാണ്. ഇതാണ് ഇതിൻ്റെ ബോട്ടം, അതായത് താഴ്വശത്ത് ഞാൻ എടുത്തേക്കുന്നത്. അത് ഈ മുകൾ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രെയിനേജ് പൈപ്പ് ഉണ്ടല്ലോ, ഡ്രെയിനേജ് പൈപ്പിനൊക്കെ യൂസ് ചെയ്യുക, അത് ആ ഒരു സാധനമാണിത്. ഇതിപ്പോൾ കട്ട് ചെയ്ത് ഈ വലിപ്പത്തിൽ എടുത്തേക്കാണ്. ഈ ഒരു ഡ്രെയിനേജ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വില കൂടിയൊന്നുമല്ല. ഇത് നമ്മൾ ഇതേപോലെ യൂസ് ചെയ്തതിന് ശേഷം കളഞ്ഞത് കട്ട് ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്തേക്കുന്നത്, ഇപ്പം നമ്മൾ നൂൽക്കമ്പി ഉപയോഗിച്ച് ഈ ഒരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടപ്പ് കുറച്ച് ഒന്ന് ഹോൾ ഇട്ടിട്ടുണ്ട്, അതിലും അതുപോലെ തന്നെ മറ്റേ പൈപ്പിലും. അതിനുശേഷം നൂൽക്കമ്പി ഇട്ട് ഇങ്ങനെ മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ഇത് 4 വശത്തും നമ്മൾ ഇതേപോലെ ചെയ്തു. അതായത് ഈ പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടപ്പ് ഊരി വരാതെ കറക്റ്റ് സൈസ് വേണം. നിങ്ങൾ ഇങ്ങനെ അഥവാ ചെയ്യുകയാണെങ്കിൽ എന്തിലും ചെയ്യാം. ഈ പൈപ്പ് തന്നെ, ഡ്രെയിനേജ് പൈപ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ PVC പൈപ്പ് ആണെങ്കിൽ ഇതേപോലെ ചെയ്യാം. പക്ഷേ അതിനൊരു അടപ്പ് വേണമെന്നുള്ളേ ഉള്ളൂ. അടിഭാഗത്ത് വെള്ളം മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു അടപ്പ് വേണമെന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് ചുറ്റും ഇതേപോലെ ഹോൾസ് ഇട്ടതിന് ശേഷം ഇത് കണ്ടേ, ഇതാണ് ഞാൻ പറഞ്ഞ നൂൽക്കമ്പി എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്നതൊക്കെ എല്ലാ വീടുകളിലും കാണും, അല്ലെങ്കിൽ വീട് പണിയുന്ന എടുത്താൽ ഇലക്ട്രിക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം കളയുന്ന വയറെല്ലാം കൂടി എടുത്ത് വെച്ചാൽ മതി. അതൊക്കെ നമുക്ക് ഈ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ഒരുപാട് നീളവും വേണ്ട. ഇങ്ങനെ ഈ എല്ലാ ചുറ്റിലും ഇതേപോലെ നമ്മൾ കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ നമ്മുടെ ഈ പോട്ടിന് ഡ്രെയിനേജ് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഇതേപോലെ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ഇതേപോലെ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കുക. കാരണം വെള്ളം ഒരു കാരണവശാലും ഈ ചട്ടിയിൽ മണ്ണും എല്ലാം നിറച്ചതിന് ശേഷം കെട്ടി നിൽക്കാനിടയാകരുത്. അതിനു വേണ്ടി മാത്രം നല്ല രീതിയിൽ ഡ്രെയിനേജ് ഹോൾസ് ഇട്ട് കൊടുക്കുക. സൈഡിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നമ്മുടെ പോട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിൽ ഏത് ചെടി വേണമെങ്കിലും നടാം. അത്രയ്ക്ക് നല്ലൊരു ഐഡിയ ആണ്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയി തന്നെ ഇതിൽ ചെടികൾ നട്ടുവെക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ പ്രോഡക്റ്റ്. കണ്ടോ, എന്ത് ഈസി ആയിട്ടാണ് ഒരു പോട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ, സീ യു.